ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി തള്ളിക്കളയണമെന്ന് പോലീസ് കോടതിയിൽ. കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നു. അന്വേഷണത്തിൽ അപാകതയുണ്ടെന്ന വാദം മേൽക്കോടതികൾ തള്ളിയതാണെന്നും പോലീസ് റിപ്പോർട്ടിൽ. നവീൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ റിപ്പോർട്ടിലുണ്ട്. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വൺ. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, കുടുംബത്തിന്റെ ആവശ്യം പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളതായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരിലോ നടക്കുന്ന രീതിയിലോ തൃപ്തിയില്ല എന്നതായിരുന്നു. അങ്ങനെയാണ് കോടതിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പോലീസ് വരുന്നു ഹർജി തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്തൊക്കെ കാരണങ്ങളാണ് പോലീസ് സൂചിപ്പിക്കുന്നത്? ധന്യ, നേരത്തെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ സമീപിച്ചിരുന്നു. അന്ന് പക്ഷേ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് അതിന്റെ ആവശ്യമില്ല, നിലവിൽ കാര്യക്ഷമമായ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നായിരുന്നു. എന്നാൽ ഈ പോലീസിന്റെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്ന നിലപാടായിരുന്നു അന്നും കുടുംബം സ്വീകരിച്ചത്. പക്ഷെ എന്തായാലും സുപ്രീം കോടതി ആവശ്യം തള്ളി. പിന്നാലെയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ അന്വേഷണ സംഘം ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ 5-ാം തീയതി നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ പോലീസിനോട് നിലപാട് തേടിയിരുന്നു. ഒപ്പം കേസിലെ പ്രതിയായിട്ടുള്ള PP ദിവ്യയോട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നും കോടതി ആരാഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ PP ദിവ്യയ്ക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകുന്നു. അഭിഭാഷകൻ കോടതിയിൽ ഹാജരായതിനു ശേഷം ഈ സംഭവത്തിൽ തുടരന്വേഷണം ആവശ്യമില്ല എന്നൊരു നിലപാട് അഭിഭാഷകൻ സ്വീകരിച്ചു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ നൽകിയ ഹർജിയാണിത്. ഹർജിയിലെ വാദങ്ങൾ നിലനിൽക്കില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങളാണ് ഇത് വീണ്ടും ഉയർത്തുന്നതെന്നായിരുന്നു നവീൻ ബാബു PP ദിവ്യയ്ക്ക് വേണ്ടി അഭിഭാഷകനായ അഡ്വക്കേറ്റ് K വിശ്വം കോടതിയിൽ വാദിച്ചത്. പിന്നാലെയാണ് ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും അല്ലെങ്കിൽ ആ പകർപ്പ് തന്നെ മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങളിലേക്ക് പുറത്തു വന്നത്. അതിൽ പോലീസ് പറയുന്നതും ഇതേ നിലപാട് തന്നെയാണ്. അതായത് ഈ കുടുംബത്തിന്റെ ഹർജി തള്ളിക്കളയണം. കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്വേഷണത്തിൽ അപാകതയുണ്ടെന്ന വാദം മേൽക്കോടതികൾ തള്ളിയതാണ്. അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല, ഇതിനൊരു തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല ബോധപൂർവം ചില മൊഴികൾ രേഖപ്പെടുത്തിയില്ലെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം തെറ്റാണെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞു. അതായത് കണ്ണൂർ ടൗൺ SHO ആയിട്ടുള്ള ശ്രീജിത്ത് കൊടേരിയാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ ഇതിൽ നിരത്തുന്നുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നവീൻ ബാബുവിനെ ഒരു നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. നവീൻ ബാബുവിനെതിരായ ജില്ലാ കളക്ടറുടെ മൊഴിയെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഒപ്പം കളക്ടർ റവന്യൂ മന്ത്രിയെ ബന്ധപ്പെട്ടു എന്നുള്ള CDR തെളിവുണ്ട്. ഈ വിവാദ പെട്രോൾ പമ്പ് ഉടമ വിജിലൻസിൽ പരാതി നൽകിയതിന് തെളിവുണ്ട് എന്ന് പറയുന്നു. ഒപ്പം നവീൻ ബാബുവും TV പ്രശാന്തനും തമ്മിൽ ബന്ധപ്പെട്ടതിന്റെ CDR വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് സ്വാഭാവികമായും ഈ കേസ് ഇപ്പോ 23-ലേക്കാണ്. അതെ, 23-ലേക്ക് ഈ കേസിന്റെ ഇത് മാറ്റിയിട്ടുണ്ട്. അന്ന് കൂടുതൽ ഈ കേസിൽ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം. ശരി സുനിൽ.